ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റ്, ഒരു 12,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു 5G ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പവർഫുൾ ആയ ഒരു 5G ഡിവൈസാണ് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ഇൻഫിനിക്സ് നോട്ട് 50X. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ, അതായത് ഒരു 12,000 റുപ്പീസിന് താഴെ ഉള്ള പ്രൈസ് സെഗ്മെൻറ്റ്, ഇൻഫാക്ട് ഇതിൻ്റെ വില എത്രയും നമുക്ക് അറിയില്ല കേട്ടോ, 12,000 താഴെ ആവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കുറച്ചും കൂടി അഫോർഡബിൾ ഗെയിമിംഗ് ഡിവൈസ് ആയിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഡിമെൻസിറ്റി 7300 അൾട്ടിമേറ്റ് ചിപ്പാണ്. ഇൻഫാക്ട് ഡിമെൻസിറ്റി 7300 നമ്മൾ ഓൾറെഡി ഒരുപാട് ഫോണിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ട്വീക്ഡ് വേർഷൻ ആണെന്ന് തോന്നുന്നു ഡിമെൻസിറ്റി 7300 അൾട്ടിമേറ്റ്. കാരണം അൾട്ടിമേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും നല്ല ഒരു ചിപ്പാണ് 7300ൻ്റെ ആ ഒരു ഫാമിലിയിൽപ്പെട്ട ചിപ്പാണ് ഡിമെൻസിറ്റി 7300 അൾട്ടിമേറ്റ്. അപ്പോൾ ആ ഒരു ചിപ്പ് വെച്ച് നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇൻഫാക്ട് 90 FPS വരെ ഗെയിമിംഗ് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ഗെയിമിംഗ് സെൻട്രിക് ആയ കുറേ ഫീച്ചേഴ്സും, അതേപോലെ ഒരു ഫുൾ എന്താ പറയുക റിഫ്രഷ്ഡ് UI ആണ് XOS 15 തരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി റിഫ്രഷ് ചെയ്ത ഒരു UI എക്സ്പീരിയൻസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ, MIL 810H സർട്ടിഫിക്കേഷൻ ഉണ്ട്, 120GB സ്റ്റോറേജ് ഉണ്ട്, 8 6GB റാം ഉണ്ട്. അതേപോലെ തന്നെ ഓൾറൗണ്ട് ഫാസ്റ്റ് ചാർജിങ്, 45 വാട്ട് ചാർജിങ് ഉണ്ട്, 5500 mAh ബാറ്ററി ഉണ്ട്. എന്നാൽ ഒരു പോരായ്മ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം, വഴി അൺബോക്സിങ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 50X 5Gൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനിലേക്കും കിടക്കാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 50X 5Gൻ്റെ ബോക്സ് പാക്കേജ്. ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി ഫോൺ എന്ന് എഴുതണം. അവിടെ ഒരു സർക്കിൾ ഉണ്ടല്ലേ, അതാണ് ഹാലോ റിംഗ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത്. ഇവിടെ MediaTek Dimensity 7300 അൾട്ടിമേറ്റ് ആണ്, 7300 അൾട്ടിമേറ്റ് ആണ്. പിന്നെ ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത് ഇൻഫിനിക്സ് 1 ടാപ്പ് AI ആണ്, ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ്, സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. ഇതിനകത്ത് AI ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സർക്കിൾ ടു സെർച്ചും ഉണ്ടെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ബോക്സിന്റെ ബാക്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്, സ്റ്റോറേജും ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് 6GB റാം 128GB സ്റ്റോറേജ് ആണ്, HD+ പഞ്ച് ഹോൾസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് ഇൻഫിനിക്സ് നോട്ട് 50 5G ബോക്സ് പാക്കേജ് കാണാം. 4 nm MediaTek പ്ലാറ്റ്ഫോം, ഡിമെൻസിറ്റി അൾട്ടിമേറ്റ് 7300 അൾട്ടിമേറ്റ് എഴുതി കാണാം, പ്രീമിയം ഡിസൈന്. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്, ഒരു നല്ല TPU കേസാണ്. നമ്മൾ ആ ഡിവൈസിൻ്റെ കളറിൻ്റെ അതേ TPU കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി ഫോൺ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണാം. പിന്നെ ഇവിടെ നമുക്ക് മാനുവൽ വാറൻറ്റി ഇൻഫർമേഷൻ, SVIP കാർഡ്, അതായത് കാൾ കെയർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ ഒരു VIP കാർഡാണ്, പ്രീമിയം സർവീസ് കൊടുക്കുന്ന ഒരു കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വെക്കാം. പിന്നെ നമുക്ക് ഒരു 45 വാട്ട് അഡാപ്റ്റർ ആണ് ഇതിൻ്റെ, 45 വാട്ട് അഡാപ്റ്റർ. അതേപോലെ തന്നെ USB Type-C ചാർജിങ് പോർട്ടാണ്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ഡിവൈസിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഡിവൈസ്, ഇൻഫിനിക്സ് ഹോട്ട് 50X 5G ഡിവൈസിൻ്റെ. എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീലാണ്. ആക്ച്വലി ഇവിടെ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ലെതർ ഫിനിഷ് തന്നെ ഒരു പാറ്റേണിൻ്റെ ഇൻഫിനിക്സ് എൻഗ്രേവ്ഡ് ആണ്. അതേപോലെ ക്യാമറ യൂണിറ്റിൻ്റെ ആ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈഡൊക്കെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്, കേർവ്ഡിന് പകരം കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഹാലോ റിംഗ് എന്ന് പറയുന്ന ലൈറ്റിൻ്റെ. പിന്നെ ഇവിടെ നമുക്കൊരു 50 MP ഡ്യുവൽ ക്യാമറയാണ്, സെൽഫി ലൈറ്റും കാണാം. അപ്പോൾ ഈ ഒരു ഫിനിഷ് നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്, നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. ഈ വെഗൻ ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രിപ്പും കിട്ടുന്നുണ്ട്. സൈഡിൽ പവർ ബട്ടൺ, എന്താ പറയുക, വോളിയം കീസാണ്. ഇത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സ്പീക്കേഴ്സ് കാണാം, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഇവിടെ നമുക്ക് സിം ട്രേ കാണാം. താഴത്ത് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇനി ഫ്രണ്ട് പാനലിലാണെങ്കിൽ നമുക്കിവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 12,000 റുപ്പീസിന് താഴെ ഡിവൈസ് ആണെങ്കിലും നല്ലൊരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം വരുമ്പോൾ നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഡിസ്പ്ലേ HD+ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. 12,000 താഴെ ആയതുകൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഡിസ്പ്ലേ ആണ്. എന്നാലും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി, കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ കളേഴ്സും അത്യാവശ്യം നല്ലതാണ്. റെസൊല്യൂഷൻ ഒബ്വിയസ്ലി കുറച്ച് ലോവർ ആണ്, 720p ആണ്. എന്നാലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മൂവീസൊക്കെ
വാച്ച് ചെയ്യാനൊക്കെ അത്യാവശ്യം ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് അഗെയിൻ ഒരു IPS LCD പാനലാണ്. അഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് AMOLED ഒന്നുമില്ല, ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെയാണ് ഇതിൻ്റെ ആക്ച്വലി മേജർ ചേഞ്ച് പറയാവുന്നത്. ആക്ച്വലി ഇൻഫിനിക്സിൻ്റെ XOS കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. ഇത് കണ്ടില്ലേ, UI എക്സ്പീരിയൻസ് ആകെ മാറിയിരിക്കുകയാണ്. ഇവിടെ XOS 15 കാണാം, CPU ഡീറ്റെയിൽസ് എല്ലാം ഇതുണ്ട്. വളരെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്, നല്ല ക്ലിയർ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ UI ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. കിഡ്സ് മോഡ്, ഗെയിം മോഡ്, സ്മാർട്ട് ഹബ്ബ്, സ്മാർട്ട് പാനൽ, സ്പ്ലിറ്റ് സ്ക്രീൻ ആപ്സ്, ഫ്ലോട്ടിംഗ് വിൻഡോസ്, ഡൈനാമിക് ബാർ. ഇതിന് ഗെയിം മോഡ്, ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ഗെയിമിംഗ് സെൻട്രിക്, ബഡ്ജറ്റ് ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആയിട്ടാണ് ഇൻഫിനിക്സ് ഇതിനെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. X Arena ആൻഡ് X Boost ആണ് ഇതിൻ്റെ ഗെയിമിംഗ് മോഡ് വരുന്നത്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ UI എക്സ്പീരിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. നോട്ടിഫിക്കേഷൻ പാനലൊക്കെ റീഡിസൈൻഡ് ആണ്. ഇത് പിന്നെ ബ്ലോട്ട്വെയർ സീൻ എനിക്ക് തോന്നുന്നു അധികം ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല, കുറച്ചുണ്ട്. ഒബ്വിയസ്ലി ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് അങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും ബഡ്ജറ്റ് സെഗ്മെന്റിലേക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു UI എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ UIൻ്റെ ഒരു ഫീച്ചർ എന്താ വെച്ചാൽ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. മുമ്പത്തെ UIനേക്കാളും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഇൻഫാക്ട് നമ്മൾ റെഗുലർ യൂസിലൊക്കെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നല്ല പെർഫോമിംഗ് ഡിവൈസസ് വരുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു വെൽക്കം മൂവ് ആണെന്ന് പറയാം. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഓവറോൾ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കൊടുക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ XOSൽ പുതിയ കുറേ ടൂൾസും ഫംഗ്ഷൻസ് ഉണ്ട്, ന്യൂ ആനിമേഷൻസ് ഉണ്ട്, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, വൺ ടേക്ക് വാൾപേപ്പർ, സർക്കിൾ ടു സെർച്ച്, ഫോളാക്സ്, AI അസിസ്റ്റന്റ്, ഓൺ സ്ക്രീൻ അവയർനെസ്, ഇങ്ങനത്തെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സും ഈ UIയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വിട്ടുപോയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഡിവൈസ് കുറേ കൂടെ സേഫ് ആയിരിക്കും. അതായത് ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുമെങ്കിലും ബൈപ്പാസ് ചാർജിങ്ങിലൂടെ നമുക്ക് ഹീറ്റ് ഡിസിപ്പേറ്റ് ആവില്ല. അപ്പോൾ കൂളിംഗ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവും. അപ്പോൾ ബൈപ്പാസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. അപ്പോൾ ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആണ് ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ. എഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റ് ഞാൻ എടുത്ത് പറയുന്ന കാരണം വെച്ചാൽ 12,000 rupees താഴെയുള്ള നല്ലൊരു ഗെയിമിംഗ് ഡിവൈസ് ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. Dimensity 7300 അൾട്ടിമേറ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റിയും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പോകാം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Dimensity 7300 ചിപ്പാണ് വരുന്നത്. നല്ല ഒരു ചിപ്പാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്പാണ്. Dimensityന്റെ 7000 സീരീസ് തന്നെ നല്ലതാണ്. അപ്പോൾ അതിനകത്തുള്ള 7300 ചിപ്പാണ്. നല്ല ഒരു ഡേ ടു ഡേ എക്സ്പീരിയൻസിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് പറയുക ഗെയിമിങ്ങിനൊക്കെ ബഡ്ജറ്റ് സെഗ്മെന്റിലെ ഗെയിമിങ്ങിന് നല്ലൊരു അനുയോജ്യമായ ചിപ്പായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നൊരു 7 ലക്ഷത്തിൻ്റെ അടുത്ത് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർഫുൾ ചിപ്പും കൂടിയാണ്. ബഡ്ജറ്റ് അല്ലെങ്കിൽ 12,000 rupees താഴെയുള്ളവർക്ക് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി നല്ലൊരു ചിപ്പാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. പിന്നെ അത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, അതിനൊപ്പം തന്നെ 5G സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ 5G സപ്പോർട്ടും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും എനിക്കൊന്നും കോംപ്രമൈസ് ഒന്നുമില്ല. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, അത് തന്നെയാണ് പവർ ബട്ടൺ തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറാസിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക 50 MP പ്രൈമറി ക്യാമറയും 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ UI എടുത്ത വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് റിയർ ക്യാമറയിൽ 4K റെക്കോർഡിംഗ് ഉണ്ട് അല്ലേ. 4K റെക്കോർഡിംഗ് റിയർ ക്യാമറയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി നല്ല ഫീച്ചറാണ്. സെൽഫി ക്യാമറ എനിക്ക് തോന്നുന്നു വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ സെൽഫി ക്യാമറയിൽ 1080p റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് 2K റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ് ഫ്രണ്ട് ക്യാമറയിൽ. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്യാമറ UI ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് നോട്ട് 50X എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 5500 mAh ബാറ്ററി. അഗെയിൻ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ബാറ്ററിയാണ്. ചില ഫോൺസൊക്കെ 6000, 6500 വന്നിട്ടുണ്ട്. എന്നാൽ ബഡ്ജറ്റ് സെഗ്മെന്റിൽ 12,000 rupees താഴെ 5500 അത്യാവശ്യം അക്സെപ്റ്റബിൾ ആണ്. അതിനൊപ്പം തന്നെ 45 watt ചാർജിങ് ഉണ്ട് എന്നുള്ളതും ഒരു അക്സെപ്റ്റബിൾ കാര്യമാണ്. കാരണം ഒരുപാട് ഡിവൈസസ് എല്ലാം തന്നെ ബേസിക് ആയ 18 watt ചാർജിങ്ങും 33 watt ചാർജിങ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 45 watt ഉണ്ട് എന്നുള്ളത്, അതും ചാർജർ ബോക്സിനകത്ത് ഉണ്ട് എന്നുള്ളതും മറ്റൊരു നല്ല ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ചാർജിങ് ടൈം നമ്മൾ ടെസ്റ്റ് ചെയ്ത് പറയാം. എന്നാലും ബാറ്ററി ലൈഫ് കുഴപ്പമില്ല, ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് 50Xന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഓവറോൾ നല്ലൊരു ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഒരു വ്യത്യസ്തത ഉണ്ട് എല്ലാത്തിലും. ഈ ഡിസൈനും മെറ്റീരിയൽ ഫിനിഷ് ആണെങ്കിലും ക്യാമറ യൂണിറ്റ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറാസും ഉണ്ട്, നല്ല ബാറ്ററി ലൈഫും എല്ലാം തന്നെ ഉണ്ട്. ഒരേ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറയില്ലേ, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളതാണ്. എഗെയിൻ അത് നമ്മളെല്ലാം കൂടെ കിട്ടുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള അറിയാം. അപ്പോൾ HD+ ഉള്ളൂ എന്നുള്ളതാണ് മേ ബി ഒരു കോംപ്രമൈസ് എന്ന് പറയാവുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 50Xന്റെ അൺബോക്സിംഗ് ആൻഡ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.